ഹായ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു അവസ്ഥ ഗതികേട് നോക്കണേ. വരുന്നവരും പോകുന്നവരും ഒക്കെ എടുത്ത് താറ്റുന്നൊരു സാഹചര്യം. താറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കളിയാക്കുക എന്നൊക്കെ ഈ നാട്ടിൻ പുറത്ത് പറയുന്നൊരു വേർഡാണ് താറ്റുക എന്ന് പറഞ്ഞാൽ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമത്തിൽ വന്ന ഒരു ചെറിയ വീഡിയോ ആണ്. വെള്ളാപ്പള്ളി നടേശനാണ് ആ മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നൊരു വാചകമാണ് അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് അധികാരം കൈമാറുമോ എന്നൊരു ചോദ്യത്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഉത്തരം എങ്ങനെയായിരുന്നു? വി ഡി സതീശനാണ് ഇടതുപക്ഷത്തിൻ്റെ ഐശ്വര്യം. അതുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ളിടത്തോളം കാലം, എതിർഭാഗത്ത് വി ഡി സതീശൻ ഉള്ളിടത്തോളം കാലം ഇടതുപക്ഷത്തിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, പിണറായി സർക്കാരിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും അവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് വരുവാണ്, ആരായിരിക്കും ജയിക്കുക? പിണറായി വരും. പിന്നെ വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായിയുടെ ഐശ്വര്യം ആരാണ്? സതീശനല്ലേ, വേറെ ഒന്നും വേണ്ട, പുള്ളി മാത്രം മതി. ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരാളെയാണ് പുള്ളി ഇപ്പോഴേ മുഖ്യമന്ത്രി ഞാൻ റിഹേഴ്സലാണ്. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള ആ കസേരയിരിക്കാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ആ നേതാവ് എന്ന് പറഞ്ഞാൽ നേതൃത്വം ഗുണം വേണ്ടേ? പിന്നെ എന്നാ പ്രതിപക്ഷ നേതാവാണ്? കേരള രാഷ്ട്രീയത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി സതീശൻ മാറി. വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവായിട്ട് പോയിട്ട് ഒരു എതിരാളിയായിട്ട് പോലും കാണുവാൻ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാരിന് കഴിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ക്വാളിറ്റിയൊന്നും, പ്രതിപക്ഷ നേതാവായി ഇരിക്കുവാനുള്ളൊരു ക്വാളിറ്റിയൊന്നും വി ഡി സതീശന് ഇല്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളാപ്പള്ളി നടേശനും ഇതേപോലെ ചർച്ചാ വിഷയമായിരുന്നു. അതിലുപരി വെള്ളാപ്പള്ളി നടേശനെ വെച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ചർച്ചാ വിഷയമാക്കുവാനും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുവാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും കൂടി ഒരുമിച്ചൊരു കാറിൽ വന്നപ്പോൾ അതുപോലും ചർച്ചാ വിഷയമാക്കി ഒരു വിവാദമാക്കി മാറ്റിയ മാധ്യമങ്ങൾ പോലും നമ്മുടെ മലയാള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശൻ്റെ കുറിച്ച് പറയുന്നത്. അതായത് വി ഡി സതീശനെ ഉള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഐശ്വര്യമെന്ന്, എതിർഭാഗത്ത് വി ഡി സതീശനുള്ളതാണ്, പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശനുള്ളതാണ് സത്യത്തിൽ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വി ഡി സതീശൻ പൊങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, മറിച്ച് വി ഡി സതീശനെ ഒരു എതിരാളിയായിട്ടോ ഒരു പ്രതിപക്ഷ നേതാവായിട്ടോ ഒരു ഉഗ്രൻ എതിരാളിയായിട്ട് കാണുവാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല എന്നാണ് ആ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ മെനയാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഈ വാർത്തകൾ കൂടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ പുറത്തു വരുന്ന വീഡിയോ റിപ്പോർട്ടുകൾ കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ കാണിക്കണം. കാര്യം കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലടിച്ച് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കൂടി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ പ്രതികരണമാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാണെന്ന് അഭിനയിച്ച് നടക്കുന്ന, വാ തുറന്നാൽ കള്ളത്തരം മാത്രം പറയുന്ന വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായിട്ട് പോയിട്ട് ഒരു എതിരാളിയായിട്ട് പോലും കണക്കാക്കുവാൻ സാധിക്കില്ല എന്ന തരത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ പോലും പറഞ്ഞു വയ്ക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരം, അദ്ദേഹം പറയുന്ന നിലപാടുകളോടുള്ള ആ ഒരു അതൃപ്തി എത്രത്തോളം ഈ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ചില വിഷയങ്ങൾ നിങ്ങളെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരില്ല, അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരി.